ഒന്നൊഴികെ മറ്റൊന്ന് എന്ന രീതിയിൽ ലോകം പകർച്ചവ്യാധികളുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീതിയുടെ, ആശങ്കകളുടെ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളും. കോവിഡിന്റെ തിരയിളക്കം തീരുന്നതിനു മുൻപേ തന്നെ ഇപ്പോഴിതാ മറ്റൊരു ഭീതി നമ്മെ പിടികൂടിയിരിക്കുന്നു: ഒമിക്രോൺ. വീട്ടുമുറ്റത്ത് പോലും ഒമിക്രോൺ വ്യാപകമായ സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം ഭീതിതമായ ഈ അവസ്ഥയിൽ ദൈവകൃപയ്ക്കായി കരമുയർത്തി പ്രാർത്ഥിക്കുക മാത്രമേ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ഒമിക്രോൺ 89 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതായ ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഒമിക്രോണിന്റെ പിടിയിൽ നിന്ന് ലോകം മോചിതമാകാൻ പ്രാർത്ഥനയിൽ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കണ്ണീരോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിലാപത്തിന്റെ ഈ കാറ്റ് എത്രയും വേഗം നമ്മളിൽ നിന്ന് അകന്നു പോകണമേ എന്ന്. ഷെക്കിന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ. ചൈനയിലെ വുഹാൻ കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രലോകത്തിന് പിടികൊടുക്കാതെയിരിക്കുന്ന ഒമിക്രോണിന്റെ ഉദ്ഭവസ്ഥാനം ദക്ഷിണാഫ്രിക്കയിലെ ഗൗറ്റിംഗ പ്രവിശ്യയാണ്. നവംബർ 26-നാണ് ഒമിക്രോൺ വകഭേദം ഇവിടെ നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ഏറ്റവും ചെറുതും എന്നാൽ ജനസാന്ദ്രതയേറിയതുമായ പ്രവിശ്യയാണ് ഗൗറ്റിംഗ്. പകർച്ചവ്യാധികൾക്ക് വ്യാപിക്കാൻ പറ്റിയ ഭൗതിക സാഹചര്യം ഏറെയുള്ള സ്ഥലമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഗൗറ്റിങ്ങിന്. ദക്ഷിണാഫ്രിക്കയിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ ഒമിക്രോൺ വൈറസ് ബാധിതരുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട് എന്നത് പേടിപ്പെടുത്തുന്ന കണക്കാണ്. ഏതൊരു വൈറസിനും ജനിതകമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്നാൽ ഇപ്രകാരം മാറ്റം സംഭവിച്ചവയിൽ ഏറ്റവും ഗുരുതരമാണ് ഒമിക്രോൺ. ലോകത്ത് നിലവിലുള്ള കൊറോണ വൈറസിനേക്കാൾ 70 ഇരട്ടി വ്യാപനശേഷി ഇതിനുണ്ട്. UK-യിൽ നിന്നാണ് ആദ്യ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ 10,000-ത്തിലധികം പേർക്കാണ് UK-യിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പല യൂറോപ്യൻ രാജ്യങ്ങളും UK-യിലേക്കും UK-യിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരിക്കുകയുമാണ്. സൗദി അറേബ്യ കര കടൽ അതിർത്തികൾ അടച്ചിട്ടാണ് ഒമിക്രോൺ വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുൾപ്പെടെ പല രാജ്യങ്ങളിലും ഒമിക്രോൺ വ്യാപിച്ചിട്ടുമുണ്ട്. എന്തിനേറെ, കേരളത്തിൽ പോലും ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കോവിഡിന്റെ ഇതിനകമിറങ്ങിയിട്ടുള്ള വകഭേദങ്ങളിൽ ഏറ്റവും മാരകമാണ് ഒമിക്രോൺ എന്നതാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. പെട്ടെന്ന് പടരുകയും ആളുകളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാൻ ഈ വൈറസിന് കഴിവുണ്ട്. മുൻപ് കണ്ടെത്തിയിരുന്ന ഡെൽറ്റ വൈറസിനേക്കാൾ മാരകമാണ് ഒമിക്രോൺ എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഒമിക്രോൺ രോഗലക്ഷണങ്ങളെ പൊതുവെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: പൊതുവായ രോഗലക്ഷണങ്ങൾ, കൂടുതലായ രോഗലക്ഷണങ്ങൾ, കുറഞ്ഞ തോതിലുള്ള രോഗലക്ഷണങ്ങൾ എന്നിങ്ങനെയാണ് ഒമിക്രോൺ കോവിഡ് ലക്ഷണങ്ങളെ വൈദ്യശാസ്ത്രം തിരിച്ചിരിക്കുന്നത്. പൊതുവായ രോഗലക്ഷണങ്ങളിൽ പനി, ചുമ, ക്ഷീണം, രുചിയും മണവും നഷ്ടപ്പെടൽ എന്നിവയാണ് ഉൾപ്പെടുന്നത്. തൊണ്ടവേദന, തലവേദന, മറ്റു വേദനകൾ, വയറിളക്കം, ചൊറിച്ചിൽ തുടങ്ങിയവയാണ് കുറഞ്ഞ തോതിലുള്ള രോഗലക്ഷണങ്ങളിൽപ്പെടുന്നത്. ശ്വാസോച്ഛ്വാസത്തിനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനോ നടക്കാനോ കഴിയാതെ വരിക, നെഞ്ചുവേദന എന്നിവയാണ് ഗുരുതരമായ രോഗലക്ഷണങ്ങളിൽപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഡോക്ടർ ആഞ്ചലിക് കോസ്റ്റിയുടെ അഭിപ്രായത്തിൽ ഒമിക്രോൺ ബാധിച്ച രോഗികൾക്ക് തൊണ്ടവേദനയോ അതിന് സമാനമായ തൊണ്ടപ്പോറൽ പോലെയോ ഉള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. തൊണ്ടയിലെ പോറൽ കൂടുതൽ വേദനാജനകമായിരിക്കും. കടുത്ത ക്ഷീണം, ഊർജ്ജസ്വലതയില്ലായ്മ, വിശ്രമിക്കാനുള്ള ശക്തമായ ആഗ്രഹം എന്നിവ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും തടസ്സപ്പെടുത്താം. കടുത്തതല്ലെങ്കിലും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഒമിക്രോണിന്റെ പനി എന്നതാണ് ഗൗരവമർഹിക്കുന്ന മറ്റൊരു കാര്യം. വരണ്ട ചുമ കോവിഡ്-19 ലക്ഷണമായി പ്രകടമായിരുന്നുവെങ്കിലും ഒമിക്രോണിന് ഈ ലക്ഷണം കൂടുതൽ ശക്തമാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ലക്ഷണവും ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രിയിലെ അമിത വിയർപ്പാണത്. AC-യിലോ തണുത്ത സ്ഥലത്തോ ഉറങ്ങിയാൽ പോലും വിയർക്കുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത.
എന്നാൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പ്രത്യേക ലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെടാതെ തന്നെ ഒമിക്രോൺ പിടികൂടാം എന്നതാണ്. ഒമിക്രോൺ ബാധിച്ച പലർക്കും പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ഈ ഭീതിക്ക് അടിവരയിടുന്നു. ലോകമെങ്ങും ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒമിക്രോണിന്റെ കടന്നുവരവ്. ഒമിക്രോണിനെ കീഴടക്കാൻ എന്താണ് വഴിയെന്ന് ശാസ്ത്രലോകം ആദ്യം ഒന്നമ്പരന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് ക്ഷണനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലതവണയുള്ള ജനിതകമാറ്റത്തിലൂടെ രൂപം കൊണ്ടതിനാൽ പുതിയ വകഭേദത്തിന്റെ ശരീരത്തിന് പുറത്തുള്ള മുള്ളിന്റെ മാംസ്യശ്ലേഷ്മത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതിനാൽ വാക്സിനുകൾക്ക് അതിന്റെ മുനയൊടിക്കാൻ കഴിയില്ലെന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാർ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഒമിക്രോണിനെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയതോടെ ആ അഭിപ്രായം മാറുകയായിരുന്നു. വ്യാപനശേഷി കൂടുതലാണെങ്കിലും മാരകശേഷി കുറവാണെന്ന കണ്ടെത്തലായിരുന്നു ആദ്യ ആശ്വാസം. പിന്നീട് ഒമിക്രോണിനെ നേരിടാൻ വാക്സിൻ ഫലപ്രദമാണെന്നും കണ്ടെത്തി. അണുബാധയ്ക്കെതിരെ 70 മുതൽ 75 വരെ ശതമാനം സംരക്ഷണം നൽകാൻ വാക്സിനുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. പ്രതിരോധശേഷി കുറഞ്ഞവർക്കാകട്ടെ ബൂസ്റ്റർ ഡോസും ഫലപ്രദമാണ്. ഇങ്ങനെ ആദ്യത്തെ 2 പ്രൈമറി ഡോസിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കുകയാണെങ്കിൽ ഒമിക്രോണിനെ ഭയപ്പെടേണ്ടതില്ലെന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിഗമനം. ഇത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ടെങ്കിലും ഗുരുതരമായ പല പ്രശ്നങ്ങളും ബാക്കി നിൽക്കുന്നു എന്നതാണ് ഒമിക്രോൺ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് കാരണം. കോവിഡിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധ മാർഗങ്ങളാണ് മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും കൈകഴുകലും പിന്നെ വാക്സിനും. എന്നാൽ അടുത്തിടെ പുറത്തുവന്ന വിവരം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും വാക്സിൻ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. ഏറെ നാളത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം വിദ്യാലയങ്ങൾ തുറക്കുകയും സ്കൂൾ സമയം നീട്ടാൻ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ വിവരം പുറത്തുവന്നത്. സംസ്ഥാനത്ത് അധ്യാപകരും അനധ്യാപകരുമായി 5000-ഓളം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ ചില സർക്കാർ ഉദ്യോഗസ്ഥരും. കുറ്റകരമായ അനാസ്ഥയാണ് ഇതെന്ന് പറയാതിരിക്കാനാവില്ല. സ്വന്തം ആരോഗ്യത്തെ അപകടത്തിലാക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവനെയും ആരോഗ്യത്തെയും അപ്രധാനീകരിക്കുക കൂടിയാണ് സമൂഹത്തിന് തന്നെ മാതൃകയാകേണ്ട വിധത്തിൽ കുട്ടികളെ വാർത്തെടുക്കാൻ നിയുക്തരായ അധ്യാപകർ ചെയ്യുന്നത്. കുട്ടികളുമായി അടുത്തിടപഴകുന്ന അധ്യാപകരും അനധ്യാപകരും വാക്സിൻ സ്വീകരിക്കാത്തത് രോഗവ്യാപനത്തിന് വഴിതെളിക്കുമെന്ന ഭീതി വ്യാപകമാണ്. കോവിഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അധ്യാപകരാണ് ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ അപലപനീയവുമാണ്. സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള വ്യക്തിസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാമെങ്കിൽ കൂടി പൊതുനന്മയെന്ന ഏക ലക്ഷ്യത്തിനു മുൻപിൽ ഇത്തരം പിടിവാശികളും വാദഗതികളും മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടിയിരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഒമിക്രോൺ ജാഗ്രതയുമായി സംസ്ഥാനം മുന്നോട്ടു പോകുമ്പോൾ ഒരു ന്യൂനപക്ഷമെങ്കിലും ഇപ്രകാരം വിഘടിച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ വഷളാക്കുകയുള്ളൂ. ഫെബ്രുവരി ആകുമ്പോഴേക്കും ഒമിക്രോൺ വകഭേദം വഴിയുള്ള കോവിഡ് വ്യാപനം പാരമ്യത്തിലെത്തുമെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ് എന്നതും മറന്നുപോകരുത്. പ്രതിദിനം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. സംസ്ഥാനത്ത് 97% പേർ ആദ്യ ഡോസും 70% പേർ 2ാം ഡോസും സ്വീകരിച്ചു കഴിഞ്ഞു. എങ്കിലും ഇനിയും അവശേഷിക്കുന്നവർക്കു കൂടി വാക്സിൻ നൽകേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടത്തുമ്പോൾ അതിനോട് മറുതലിച്ചു നിൽക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്ത് ഒമിക്രോൺ വകഭേദത്തിന്റെ അതിവ്യാപനത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുന്നതും ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വാക്സിൻ സ്വീകരിക്കാത്തവർ എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും വാക്സിൻ എടുത്തവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. കോവിഡിന്റെ ഏറ്റവും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന രാജ്യമാണ് അമേരിക്ക. ഡിസംബർ 1 വരെ പുതിയ പ്രതിദിന കോവിഡ് കേസുകൾ ശരാശരി 86,000 ആയിരുന്നു. ഡിസംബർ 14 ആയപ്പോഴേക്കും ഇത് 1,17,000 ഉയർന്നു. അതായത് 35% വർധനവ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വാക്സിൻ എടുക്കേണ്ടതിൻ്റെയും ബൂസ്റ്റർ ഡോസ് ലഭിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഉയർന്നു വന്നിരിക്കുന്നത്. കോവിഡ് ബാധിച്ചവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഡെമോക്രസിന്റെ വാൾ കണക്കെ ഇത്തരമൊരു പ്രശ്നം തലയ്ക്കു മുകളിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായ ജാഗ്രത അത്യാവശ്യമാണ്.
രാജ്യത്തെ കോവിഡ് ബാധിതരിൽ പകുതിയിലേറെയും കേരളത്തിലാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കേരളത്തിലെ 11 ജില്ലകളിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഇപ്പോഴും കൂടിത്തന്നെയാണ് നിൽക്കുന്നത് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തന്നെ 9 ജില്ലകളിലെ സ്ഥിരീകരണ നിരക്ക് 5-10%. സ്ഥിരീകരണ നിരക്ക് 10% കൂടുകയോ ഓക്സിജൻ ആവശ്യമായ രോഗികളുടെ എണ്ണം 60% കൂടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതതു പ്രദേശങ്ങളിൽ കർഫ്യൂ, ചടങ്ങുകൾക്ക് നിയന്ത്രണം എന്നിവ നടപ്പിലാക്കേണ്ടതായി വരും. വിവാഹം, തിരുനാളുകൾ പോലെയുള്ള സവിശേഷ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഇത്രയും നാളത്തെ തിക്കുമുട്ടലുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ച സന്തോഷത്തിൽ കോവിഡ് പ്രതിരോധ നടപടികളിൽ അലംഭാവമുണ്ടാവരുത്. സർക്കാരും ആരോഗ്യപ്രവർത്തകരും നൽകുന്ന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും സ്വന്തം നന്മയ്ക്കു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനും നാം തയ്യാറാകണം. ഇളവ് ലഭിച്ച നിയന്ത്രണങ്ങൾ നിയന്ത്രണരേഖ മറികടക്കാൻ വേണ്ടിയുള്ളതാകരുത്. അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാവട്ടെ നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം. മാസ്ക് ധരിക്കലും കൈകഴുകലും സാമൂഹിക അകലം പാലിക്കലും ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. ഒരു ശത്രുവിനെ എതിർക്കാനും തുരത്താനുമുള്ള ആയുധവും പടച്ചട്ടയുമായി ഇവയെല്ലാം മാറട്ടെ. വ്യക്തിപരമായ രീതിയിലുള്ള ജാഗ്രതപ്പെടലുകൾ നടപ്പിലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് ആഗോള വിപണി കനത്ത തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സാമ്പത്തിക ലോകം വെളിപ്പെടുത്തുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിലും ഈ ഇടിവ് ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോഴും ഒമിക്രോണിന്റെ പേരിൽ പോക്കറ്റിൽ പണം നിറയ്ക്കുന്നവരുമുണ്ട്. വാക്സിനുകൾ ഒമിക്രോണിന് ഫലപ്രദമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് വാക്സിൻ നിർമ്മാതാക്കൾ ലാഭേച്ഛയോടെ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒമിക്രോണിനെ കീഴ്പ്പെടുത്തുന്ന വാക്സിനുകളും മരുന്നുകളും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ചിന്ത. സമീപഭാവിയിൽ കൂടുതൽ വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വാക്സിൻ കമ്പനികളുടെ ഓഹരി വില ക്രമാതീതമായി ഉയർന്നിട്ടുമുണ്ട്. അമേരിക്കൻ കമ്പനിയായ ഫൈറസിന്റെ ഓഹരി വിലയിലുണ്ടായ 6% വർധനവ് ഒരു ഉദാഹരണം മാത്രം. സമാനമായ രീതിയിൽ പല കമ്പനികളുടെയും ഓഹരി വിലയിൽ കുതിച്ചുചാട്ടമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭീമൻ മരുന്ന് കമ്പനികൾ ജനങ്ങളുടെ ജീവനേക്കാൾ വില കൽപ്പിക്കുന്നത് ബിസിനസ്സിനാണെന്ന് വരുന്നത് മനുഷ്യത്വത്തിന് സംഭവിക്കുന്ന വലിയ അപജയമാണ്. ഒരു മഹാഭൂരിപക്ഷം ദാരിദ്ര്യത്തിലും അരക്ഷിതാവസ്ഥയിലും ജീവിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം സ്വാർത്ഥപരമായി ചിന്തിക്കുന്നതും മുന്നേറുന്നതും സങ്കടകരമായ കാഴ്ചയാണ്. കോവിഡിനെയോ ഒമിക്രോണിനെയോ ഒരിക്കലും പണത്തിനു വേണ്ടിയുള്ള ഉപാധിയാക്കി മാറ്റരുത്. വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ ഉടമകളുടെ ജീവിതത്തിലേക്ക് ദൈവികാത്മാവ് കടന്നുവരാനും അമിത പണച്ചിന്തകളിൽ നിന്ന് അവർ മോചിതരാകാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അടുപ്പിച്ച 2 ലോക്ക്ഡൌണുകൾ ഏൽപ്പിച്ച സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കേരളം പിച്ചവെച്ച് നടന്നു തുടങ്ങിയിട്ടേയുണ്ടായിരുന്നുള്ളൂ. പല വിനോദ മേഖലകളും നിയന്ത്രണങ്ങളോടെയാണെങ്കിലും തുറന്നു. ജനജീവിതം സാധാരണ നിലയിലാകാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഒമിക്രോൺ വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ലോക്ക്ഡൌണിനെ നേരിടാൻ കേരള ജനത ഒരിക്കലും പ്രാപ്തമല്ല. അത് പല വിധത്തിലുള്ള മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ സ്ഥിതിഗതികൾ വഷളാകുകയാണെങ്കിൽ ഗവൺമെന്റിന് മുൻപിൽ മറ്റൊരു പോംവഴി ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും ഒരു ലോക്ക്ഡൌൺ ഉണ്ടാകാതിരിക്കാൻ, കോവിഡ് നിശേഷം ഇല്ലാതാകാൻ, ഒമിക്രോൺ വ്യാപിക്കാതിരിക്കാൻ നമുക്ക് നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ ലോകത്തിന്റെ മേൽ ദൈവകൃപ വർഷിക്കപ്പെടുക തന്നെ വേണം. അതിനായി നമുക്ക് സ്വർഗത്തിലേക്ക് കരമുയർത്തി നിലവിളിച്ചപേക്ഷിക്കാം. ആകാശത്തിന്റെ വാതിലുകൾ അടയ്ക്കാനും തുറക്കാനും കഴിവുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യവംശത്തെ വിടാതെ പിന്തുടരുന്ന കോവിഡ് പകർച്ചവ്യാധിയുടെ എല്ലാവിധ വകഭേദങ്ങളിലും നിന്നും, പ്രത്യേകമായി ഒമിക്രോണിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ. ഏതെങ്കിലും ഒരു ദേശത്തു നിന്നോ രാജ്യത്തു നിന്നോ മാത്രമാകാതെ ഈ ലോകത്തിൽ നിന്നു തന്നെ എന്നേക്കുമായി ഈ മഹാമാരിയെ ഇല്ലാതാക്കണമേ. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ നിസ്സീമമായ കരുണക്കടലിൽ ലോകത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങേ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ
പകർച്ചവ്യാധിയുടെ എല്ലാ അരൂപികളെയും നിർവീര്യമാക്കണമേ. മഹാമാരിയുടെ ഈ കറുത്ത ദിവസങ്ങളിൽ ഭാവിയെയോർത്ത് ആകുലപ്പെടുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ദയയോടെ നോക്കണമേ. വീണ്ടുമൊരു ലോക്ക്ഡൗൺ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാത്ത വിധത്തിൽ സാഹചര്യങ്ങളെ ക്രമീകരിക്കണമേ. ഇത്രയും ദയുള്ള മാതാവേ, ഞങ്ങളുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ അമ്മ ദൈവപിതാവിനോട് മാധ്യസ്ഥം യാചിക്കണമേ. അമ്മ ചോദിക്കുന്നതും അമ്മയോട് ചോദിക്കുന്നതും സ്വർഗത്തിന് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ലെന്ന ബലമായ വിശ്വാസത്തോടെ ഈ പ്രത്യേക നിയോഗം ഞങ്ങൾ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. വിശുദ്ധ കൊറോണയെ, വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.